ഞാൻ ഉദയകുമാർ. ഞാനിവിടെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കോയമ്പത്തൂരുള്ള കുനിയമുത്തൂർ ഹെഡ് ക്വാർട്ടേഴ്സിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. 2003 ഞാനിവിടെ ജോയിൻ ചെയ്തതാണ് ശ്രീ പി കെ ദാസ് സാറുള്ളപ്പോൾ. അദ്ദേഹത്തോടുള്ള 6 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തു. ഞാനിവിടെ വന്ന് ആദ്യം പരിചയപ്പെട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എനിക്ക് അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുത്തുന്നു. അന്ന് മുതൽ അവർ മരിക്കുന്നവരെ അവർ കൂടെ ഉണ്ടായിരുന്നു. അവരെ എല്ലാ വിധത്തിലുള്ള ട്രെയിനിങ്ങും അറിയാത്ത കാര്യങ്ങൾ, സംശയങ്ങൾ, നിവാരണങ്ങളും എപ്പോഴും ചെയ്തു തരുമായിരുന്നു. അദ്ദേഹം ബേസിക്കലി ഒരു അധ്യാപകനാണെന്ന് എപ്പോഴും പറയുകയുണ്ടായി. എന്ത് സംശയം പോയി ചോദിച്ചാലും അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. നമുക്കറിയാത്ത കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ ഇൻഡസ്ട്രി ബേസ്ഡ് നിന്ന് വന്നവനാണ്. എനിക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അതിനെപ്പറ്റി എല്ലാ വിവരങ്ങളും ഹയർ എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. എപ്പോൾ സംശയം ചോദിച്ചാലും അത് തീർത്തു തരും. അതുമാതിരി ഇവിടുത്തെ കോയമ്പത്തൂർ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്, നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ടാക്കിയതാണ്. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും അവഗാഹമായ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുമാതിരി അവർ ഇത് സ്ഥാപിക്കാൻ കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പലപ്പോൾ ഫ്രീ ടൈമിൽ പറയുമായിരുന്നു. ഇവിടെയുള്ള പഴയ കെട്ടിടങ്ങൾ ഇടിച്ചു ഒരു വാചകം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പഴയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തിയിട്ട് പുതിയ കെട്ടിടം കെട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉദയ, അതാണ് എന്നെ വിളിക്കുന്നത്. ഉദയ എൻ്റെ നെഞ്ചത്ത് കൂടെ പോകുന്ന മാതിരി എൻ്റെ JCB പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഇവിടെ കലാമണ്ഡലത്തിൽ നിന്ന് കഥകളി ടീമിലെല്ലാം കൊണ്ടുവന്ന് നടത്തിയിരുന്നു. ഇപ്പോൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ എത്രത്തോളം അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനെന്തെല്ലാം ഇൻവോൾവ്മെൻ്റ് ഉള്ളത് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. എപ്പോഴും എന്തിനും അവർ ഒരു ഗൈഡൻസ് തരുമായിരുന്നു, ഏത് സംശയത്തിനും. അതുമാതിരി എന്നെ വിശ്വസിച്ച് പല കാര്യങ്ങളും ഡോക്യുമെൻസും അദ്ദേഹം മരിക്കുന്നവരെ നമ്മൾ വിശ്വാസമായിരുന്നു. മരിക്കുന്നവരെ തലേദിവസം പോലും കൂടെ ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറങ്ങുന്ന ഒറ്റയാൾ നായകൻ എന്ന പുസ്തകം വരുന്ന തലമുറയ്ക്കും എല്ലാവർക്കും അതൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.